കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളി പ്രവാസികൾക്കും കേരളത്തിലെ സഭകൾക്കും ചാരിറ്റി ട്രസ്റ്റുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്ഥിരമായി സഹായം അയക്കുന്ന NRIകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്ത്യയിലെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അതായത് FCRA നിയമത്തിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഈ FCRA അമെൻമെന്റ് ബിൽ 2026നെ കുറിച്ച് അമേരിക്കൻ കോൺഗ്രസ് അംഗം റെയ്ലി മൂർ ആശങ്ക പ്രകടിപ്പിച്ചതോടെ ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയാകുകയാണ്. അതുകൊണ്ട് വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് ചാരിറ്റി ഫണ്ട് അയക്കുന്നവർ ഈ പുതിയ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം പുതിയ ബില്ലിലെ പ്രധാന നിർദ്ദേശം എന്താണെന്ന് നോക്കാം. ഒരു NGOയുടെയോ ട്രസ്റ്റിന്റെയോ സഭയുടെയോ FCRA രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുകയോ പുതുക്കാതിരിക്കുകയോ സർക്കാർ റദ്ദാക്കുകയോ ചെയ്താൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതോ നിർമ്മിച്ചതോ ആയ സ്വത്തുക്കൾ സർക്കാർ നിശ്ചയിക്കുന്ന അധികാരിക്ക് കൈമാറാനുള്ള വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. ഈ വ്യവസ്ഥയെക്കുറിച്ചാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗം റെയ്ലി മൂർ ആശങ്ക അറിയിച്ചത്. എന്നാൽ വിദേശത്ത് കഴിയുന്ന മലയാളികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പ്രായോഗിക വശങ്ങളാണ്. ഒന്നാമതായി, നിങ്ങൾ അമേരിക്കൻ പൗരത്വമോ കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളുടെ പൗരത്വമോ നേടിയ ആളാണെങ്കിൽ അല്ലെങ്കിൽ OCI കാർഡ് ഉടമയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം ഇന്ത്യൻ നിയമപ്രകാരം ഫോറിൻ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ FCRA രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനങ്ങളിലേക്കാണ് നിയമപരമായി ഇത്തരം സംഭാവനകൾ അയക്കാൻ കഴിയുക. പണം സ്വീകരിക്കുന്ന സ്ഥാപനത്തിന് സാധുവായ FCRA രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് മുൻകൂട്ടി ഉറപ്പാക്കുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമതായി, ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള NRIകൾക്ക് ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ പൗരന്മാർ അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ NRO അക്കൗണ്ടിൽ നിന്നോ അയക്കുന്ന സംഭാവനകൾ സാധാരണയായി ഫോറിൻ കോൺട്രിബ്യൂഷനായി കണക്കാക്കാറില്ല. എന്നാൽ വലിയ തുകകൾ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് അയക്കുകയോ രേഖകളില്ലാതെ പണം കൈമാറുകയോ ചെയ്താൽ പിന്നീട് പരിശോധനകൾ നേരിടേണ്ടി വന്നേക്കാം. മൂന്നാമതായി, വിദേശ മലയാളി സംഘടനകളും ചാരിറ്റി ഗ്രൂപ്പുകളും കൂടുതൽ ശ്രദ്ധിക്കണം. പുതിയ ബില്ല് പ്രകാരം വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉപയോഗിക്കണം. ദീർഘകാലം ഉപയോഗിക്കാതെ കിടക്കുന്ന ഫണ്ടുകൾക്ക് പുതിയ നിയമങ്ങൾ ബാധകമാകാൻ സാധ്യതയുണ്ട്. നാലാമതായി, അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഇന്ത്യയിലെ ഒരു ട്രസ്റ്റിന് ഡൊണേഷൻ നൽകിയാൽ അതിന് അമേരിക്കയിൽ നികുതി ഇളവ് ലഭിക്കുമോ എന്നത് ആ സ്ഥാപനത്തിന്റെ നിയമപരമായ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കും. എല്ലാ സ്ഥാപനങ്ങൾക്കും അമേരിക്കൻ ടാക്സ് ബെനിഫിറ്റ് ലഭ്യമാകണമെന്നില്ല. അതിനാൽ ഡൊണേഷൻ നൽകുന്നതിന് മുൻപ് ഇക്കാര്യം പരിശോധിക്കുന്നത് നല്ലതാണ്. വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് സഹായം അയക്കുന്നവർ ഇനി മുതൽ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം. പണം അയക്കുന്ന സ്ഥാപനത്തിന് സാധുവായ FCRA രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. അതുപോലെ ഔദ്യോഗിക ബാങ്ക് വഴിയുള്ള ഇടപാടുകൾ മാത്രം നടത്തുക. ഇങ്ങനെ ചെയ്താൽ ഭാവിയിൽ നിയമപരമായ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധിക്കും. ഈ ബില്ല് ഇപ്പോഴും നിയമനിർമ്മാണ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ്. അന്തിമമായി എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്നത് പാർലമെന്റിന്റെ തീരുമാനത്തിന് ശേഷമേ വ്യക്തമാകൂ. ഇന്ത്യ, അമേരിക്ക, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ, NRI, ടാക്സ്, സാമ്പത്തിക നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.